നമസ്കാരം. ഞാൻ നന്ദനൻപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 50ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ചോദിക്കാനും പറയാനും ആളുള്ളവർക്ക് വിജിലൻസ് കേസിൽ ഉൾപ്പെടുത്തിയാൽ ആ കേസ് സർക്കാർ പിൻവലിച്ചു കൊടുക്കും എന്ന മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ്. 15/7/2010 മുതൽ 14/12/2011 വരെ ഞാൻ എറണാകുളം വിജിലൻസിൻ്റെ സെൻട്രൽ റേഞ്ചിൽ ഇൻസ്പെക്ടറായി ജോലി നോക്കിയിരുന്നു. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഈ അറക്കുന്നം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയായി ബന്ധപ്പെട്ടൊരു കേസ് അവിടെ ഉണ്ടായിരുന്നു. അത് BC 3/2004 എന്നാണ് ആ കേസിൻ്റെ നമ്പർ. അതായത് 2004 രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസാണ്. നമ്മളെ ഇവിടെ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടുമൊക്കെ കേസന്വേഷണം തീർക്കുമെന്ന് പറയുന്നവർ ഈ CD ഫയലൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു വിജിലൻസ് കേസ് തീർക്കാൻ എത്ര കൊല്ലം എടുക്കുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2004 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വിജിലൻസ് എൻക്വയറി നടന്നിട്ടുണ്ട്. അതിനെത്ര വർഷം എടുത്തു എന്നുള്ളതാണ്. അതും പരിശോധിക്കപ്പെട്ട വിവരമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്, എനിക്ക് മുമ്പിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിലെ ഒരു അന്വേഷണം സംബന്ധിച്ചൊരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ പേടിയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം പുള്ളി പ്രധാന പ്രതികളെയൊക്കെ ഒഴിവാക്കിയിട്ട് ആ സൊസൈറ്റിയുടെ സെക്രട്ടറിയെയും അവിടുത്തെ ഒരു ക്ലർക്കിനെ മാത്രം പ്രതിയാക്കി ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. അത് തിരിച്ചു വന്നു. അതായത് ഇതിൽ ബോർഡിൻ്റെ പങ്കും അതുകൂടാതെ തന്നെ വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത കൃഷി ഓഫീസർമാരുടെ പങ്കും അന്വേഷിക്കാതെയാണ് ഈ ഫൈനൽ റിപ്പോർട്ട് ലഭ്യമാക്കിയെന്ന് പറഞ്ഞത്. തിരിച്ചു വന്ന സമയത്താണ് ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഈ സംഭവം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് കൊപ്രയുടെ വില, നാളികേരത്തിൻ്റെ വില കുത്തനെ ഇടിഞ്ഞ ഒരു സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, കൊപ്ര നാളികേര കർഷകരെ സഹായിക്കുക അല്ലെങ്കിൽ തെങ്ങ് കൃഷിക്കാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കൊപ്രയ്ക്ക് താങ്ങുവില ഏർപ്പെടുത്തി. 1 കിലോ കൊപ്രയ്ക്ക് ഏതാണ്ട് 20 രൂപയോളം അന്ന കാലഘട്ടത്തിൽ അതിൽ അധിക പൈസ സർക്കാർ നൽകി വന്നിരുന്നു. അങ്ങനെ ഈ കൊപ്ര സംഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ് ഞാനീ പറഞ്ഞ അറക്കുന്നം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ ഈ സൊസൈറ്റിയുടെ പരിധി എന്ന് പറയുന്നത് കൂടുതലും കർഷകരുള്ളത് എറണാകുളം റൂറൽ മേഖലയിലാണ്. എറണാകുളം റൂറൽ മേഖലയിൽ 10, 15, 20 അതിലധികമൊക്കെ ഏക്കർ ഭൂമിയുള്ള പലരും ഉണ്ട്. അപ്പോൾ ഞാൻ പോയി സ്ഥലമൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലായി, ഇവിടെ തെങ്ങ് കൃഷിയല്ല, റബ്ബറും പൈനാപ്പിളും ഒക്കെയുള്ള വാഴക്കുളം പോലുള്ള ഏരിയ എല്ലാം ഇതിനകത്ത് പെടുന്ന ഒരു വലിയ ഭൂപ്രദേശം ഈ സൊസൈറ്റിയുടെ ഏരിയയിൽ വരുന്നുണ്ട്. ഈ സൊസൈറ്റി ചെയ്തതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊപ്ര ഇവിടുത്തെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ചതാണെന്ന് പറഞ്ഞ് കൃഷി ഓഫീസറെയും കൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കുന്നു. കൃഷി ഓഫീസർ സർട്ടിഫൈ ചെയ്യുന്നു, ഇവർക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, ആ സ്ഥലത്തുനിന്ന് ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഈ 2 മാസം അല്ലെങ്കിൽ 3 മാസം പീരീഡിൽ 1000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10000 നാളികേരം കിട്ടും, അതിൽ നിന്ന് ഇത്ര കിലോ കൊപ്ര കിട്ടുമെന്ന് എഴുതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ സ്ഥലങ്ങളിലൊന്നും നാളികേര കൃഷിയൊട്ടില്ലതാനും. പകരമായിട്ട് സൊസൈറ്റി ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ, കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റിൻ്റെ മറവിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊപ്ര ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ചതാണെന്ന് കാണിച്ച് ഈ സബ്സിഡി തട്ടിയെടുക്കുക. ഇതായിരുന്നു പരിപാടി. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ തട്ടിയെടുത്തു. അങ്ങനെ തട്ടിയെടുത്ത് പൊതുഖജനാവിന് നഷ്ടം വരുത്തിയ ഒരു സംഭവത്തിലാണ് ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഡൂക്കിളി സെക്രട്ടറിയെയും ഈ പറയുന്ന ഒരു ക്ലർക്കിനെയും മാത്രം പ്രതിയാക്കി ചാർജ് കൊടുത്തത്, ഒരു ചാർജിനുള്ള റിപ്പോർട്ട് കൊടുത്തത്. ചാർജ് ഈ വിജിലൻസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വന്തമായിട്ട് തീരുമാനിക്കാനോ കൊടുക്കാനൊന്നും പറ്റില്ല. അത് മുകളിലോട്ട് പരിശോധനയ്ക്ക് പോകും. പരിശോധനയിലാണിത് മടക്കി കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും ശരി, ഫയലും മടങ്ങി വന്നു. ഞാനത് പരിശോധിച്ച് അതിൻ്റെ രേഖകളൊക്കെ എടുത്ത് പരിശോധിച്ചതിൽ കൊപ്ര സംഭരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് ഭരണസമിതി അറിഞ്ഞാണെന്നും കൃത്യമായിട്ട് ഈ വിവരങ്ങളെല്ലാം അതിൻ്റെ ഓരോ മീറ്റിങ്ങിലും കൃത്യമായി മിനിറ്റ്സ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിൽ നിന്ന് അവരെ മുഴുവൻ അംഗങ്ങളെയും തീരുമാനം എടുത്ത സമയത്ത് ഈ പറയുന്ന ബോർഡ് മീറ്റിങ്ങിൽ പ്രസൻ്റായി തീരുമാനത്തോട് യോജിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പങ്കെടുത്ത മുഴുവൻ ആളുകളെയും പ്രതിയാക്കി. പങ്കെടുക്കാത്ത ഒരു മെമ്പറുണ്ടായിരുന്നു, അദ്ദേഹത്തെ പ്രതിയാക്കിയില്ല. അപ്പോൾ കൂടാതെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കൊപ്ര കൃഷി ഇല്ലാതെ അല്ലെ തെങ്ങ് കൃഷി ഇല്ലാതെ തെങ്ങ് കൃഷി ഉണ്ടെന്ന് രേഖപ്പെടുത്തി വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ മുഴുവൻ പേരെയും പ്രതികളാക്കി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സെക്രട്ടറിയും ഈ പറയുന്ന ക്ലർക്കും മാത്രം പ്രതിയായിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾ നടന്നു പോയേനെ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കേസ് പൂർണ്ണമായിട്ട് പിൻവലിച്ച് സർക്കാർ നമ്മുടെ നീതി നടപ്പിലാക്കി. ചോദിക്കാനും പറയാനും ഉള്ളവർക്കുള്ള നീതി, അതാണല്ലോ നമ്മളിവിടെ ഉള്ളത്. എല്ലാവരും തുല്യരാണ് എന്നൊക്കെ നമ്മളെ ഭരണഘടന ഉദ്ബോധിക്കുന്നുവെങ്കിലും ഇവിടെ സ്വാധീനത്തിനും നമ്പർ 1 ആണ് എന്നും നമ്മൾ മൈക്ക് കിട്ടുമ്പോഴൊക്കെ വിളിച്ച് പറയാറുണ്ട്. അഴിമതിക്കെതിരാണെന്നും നമ്മൾ പറയാറുണ്ട്. സംഭവം നടന്നത് പൂർണ്ണമായിട്ടും പിൻവലിച്ച് കേസ് കുഴിച്ചു മൂടിയ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, സംസ്ഥാനത്ത് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു ഏർപ്പാടാണ്. നമ്മൾ ചോദിക്കാനും പറയാനും ആളില്ലാത്തവരെ മാത്രമേ വല്ല വിജിലൻസ് കേസ് ഉണ്ടാക്കി പെടുത്തിയാൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ കോടതിയിൽ എത്തുകയുള്ളൂ. ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തെയോ ഉയർന്ന ഉദ്യോഗസ്ഥരെയോ പ്രതിയാക്കിയാൽ കേസുകൾ പിൻവലിക്കപ്പെടും, അതല്ലെങ്കിൽ അന്വേഷണത്തിൽ അട്ടിമറിക്കപ്പെടും എന്നതാണ് ഈ വീഡിയോയുടെ സന്ദേശം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.